ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചേന തീയൽ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മീനൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഉണക്കലോ അല്ലെങ്കിൽ കൊണ്ടാട്ടമുളകോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ സാധാരണ ചേന കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചൊറിച്ചിലെടുക്കാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കൈയും അതുപോലെ തന്നെ ചേന നന്നായിട്ട് വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രം കഴുകുക. അതുപോലെ തന്നെ കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ സ്പൂൺ വെച്ചിട്ടെങ്ങാനും ഇളക്കി കൊടുത്താൽ മതി മറ്റേ ചളിയൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഈ ചേനയുടെ മുകളിലത്തെ നമുക്ക് കഴുകുമ്പോഴാണ് കൂടുതൽ ഈ ചൊറിച്ചിലെടുക്കാറ്. കാരണം ആ വെള്ളം ഈ ചേനയും തമ്മിൽ മിക്സ് ആകുമ്പോൾ നമുക്ക് കൈക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്താൽ മതി. എന്തെങ്കിലും സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ചൊറിച്ചിൽ ഇല്ലാതിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറിയൊരു വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ചേന മുങ്ങിക്കെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കുക്കറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചേന ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 5 ചുവന്നുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, അതായത് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ വെന്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേന വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്ത കാരണം ഇപ്പോൾ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് ചേന വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് നല്ല മൂത്ത മണം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഫ്ലെയിം ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ മസാല കരിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ നന്നായിട്ട് മൂത്ത് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഈ ചൂടിൽ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ നേരം ഇതിൽ കിടന്നിട്ട് അതിൻ്റെ കരിഞ്ഞ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പാത്രം മാറ്റാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മളെ ചേന അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, ആവശ്യത്തിനുള്ള വേവ പാടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 10 മണി ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് നടു കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എരിവിനായിട്ട് 2 പച്ചമുളക് നടുകീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് 1-2 കൂടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേനയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല. ആ ഒരു വെന്ത വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോവാതെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സാധാരണ പാനിൽ വെക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചേന പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പുളി വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് നിങ്ങൾ ആദ്യം തന്നെ അടിച്ചെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബാക്കി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമെന്ന് വെച്ചാൽ അത് നമുക്ക് ബാക്കി വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കറി നല്ല ലൂസായിട്ടുള്ളൊരു കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേന വേവിക്കുമ്പോൾ മാത്രമേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. തേങ്ങ ഒഴിച്ചപ്പോൾ കുറച്ചും കൂടെ ഒരു ഉപ്പ് ആവശ്യമുണ്ട്, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയിൽ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേങ്ങയിലത്തെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായി തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 നുള്ള് കായം പൊടിച്ചതും കൂടെ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് മതി, ഒരു പീസ് ശർക്കരയും കൂടെ ചേർത്തി കൊടുക്കണം. അപ്പോൾ ശർക്കര നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുത്താൽ മതി. ഇതിൽ ചേർത്തിയിട്ടുള്ള ഉപ്പും പൊടിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുത്തത്. അത് നിർബന്ധമൊന്നുമില്ല, അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മധുരത്തിൻ്റെ ടേസ്റ്റ് ആവില്ല, ജസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. നമുക്ക് ഈ പുളിയും ഉപ്പും കൂടെ ബാലൻസ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു പീസ് ചേർത്തി കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഇതിലൊന്ന് മെൽറ്റായി വരട്ടെ. ചേർത്തിയിട്ടുള്ള ശർക്കര ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കറി റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്